ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബ്ലോഗറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അത് മറ്റൊന്നുമല്ല, പല ആൾക്കാരും ചോദിക്കുന്ന സംശയങ്ങളുണ്ട് ബ്ലോഗറുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ തന്നെ പല ഉത്തരങ്ങളും ഞാൻ നൽകിയിട്ടുണ്ടെങ്കിലും വീണ്ടും ആൾക്കാർ വ്യത്യസ്തമായ രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏകദേശം ഒരു 10-20ഓളം ചോദ്യങ്ങൾ നിരന്തരം വരുന്നത് കൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾക്കൊരു ഉത്തരം ഞാൻ നൽകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത്തരം പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിക്കോട്ടെ ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത് ബ്ലോഗറിനെ കുറിച്ച് മാത്രമല്ല. ഇതിനകത്ത് SEO പഠിപ്പിക്കുന്നുണ്ട്, WordPress പഠിപ്പിക്കുന്നുണ്ട്, AdSense പഠിപ്പിക്കുന്നുണ്ട്, യൂട്യൂബ് ടിപ്സ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തേക്കുക. അതുപോലെ അടുത്ത് കാണുന്ന ബെൽ ഐക്കണോടൊന്ന് അമർത്തിയേക്കുക. വേറൊരു കാര്യം ഇവിടെ പറയാം. ഈ വീഡിയോയിൽ ഞാൻ ഏകദേശം 20ഓളം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കാണുക. കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള സംശയം ഒരുപക്ഷെ അവസാന ഭാഗത്തായിരിക്കും വന്നേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മുഴുനീളെ ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഈ ബ്ലോഗർ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്രീ പ്ലാറ്റ്ഫോം എന്നുള്ള കാര്യം തന്നെയാണ്. എങ്കിൽ തന്നെയും ഇതിൻ്റെ തുടങ്ങി കുറച്ചങ്ങോട്ടാവുന്ന സമയത്ത് പല ആൾക്കാർക്കും സംശയം തോന്നാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഫ്രീ അല്ലാതാകുമോ? അതുപോലെ തന്നെ ഒരുപാട് ഇമേജസ് ഒക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനൊരു ലിമിറ്റ് ഉണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ പല ആൾക്കാർക്കും സംശയം വരാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംശയമേ ഇനി വേണ്ട. അതിന് കാരണം ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഹൈ റെസൊല്യൂഷൻ ഇമേജുകൾ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന ആകെ 1 GB മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള ഇമേജുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, അത് കൃത്യമായിട്ട് ഗൂഗിൾ പറയുന്നുണ്ട്. അതായത് 2048 × 2048 എന്ന് പറയുന്ന റെസൊല്യൂഷനിൽ കൂടിയ ഇമേജുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൗണ്ട് ചെയ്യുന്നതായിരിക്കും ആ സ്പേസ്. അത്തരത്തിലുള്ള വലിയ ഇമേജുകൾക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം 1 GB വരെ മാത്രമേ ഇതിനകത്ത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് നമുക്ക് മറികടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം ഗൂഗിൾ ഡ്രൈവ് പോലുള്ള സംഭവങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഉപയോഗിച്ചാൽ നമുക്കറിയാം 15 GB വരെ ഇമേജുകൾ അതിനകത്ത് ഹോസ്റ്റ് ചെയ്തതിന് ശേഷം ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അല്ലാത്ത കേസിൽ ചെറിയ ഇമേജുകളാണ് ഈ പറയുന്ന 2000 × 2000 എന്ന് പറയുന്ന റെസൊല്യൂഷൻ താഴെ വരത്തക്ക രീതിയിലുള്ള ഇമേജ് ആണെങ്കിൽ ഒരു പൈസയും നമുക്ക് കൊടുക്കേണ്ടതായിട്ടില്ല. എത്ര ഇമേജുകൾ വേണമെങ്കിൽ നമുക്ക് ബ്ലോഗിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു ബ്ലോഗ് പോസ്റ്റിനകത്ത് എത്ര സ്പേസ് എടുക്കാം, അതിലേക്ക് എത്ര ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാം എന്നൊന്നും പറയുന്നില്ല. നമുക്ക് എത്ര വലിപ്പമുള്ള ആർട്ടിക്കിൾ വേണമെങ്കിലും നമുക്ക് എഴുതാനായിട്ട് പറ്റും. അടുത്ത പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് ഒരു Gmail അക്കൗണ്ടിൽ എത്ര ബ്ലോഗ് തുടങ്ങാം, ഈ BlogSpot വെച്ചിട്ടുള്ള എത്ര ബ്ലോഗ് തുടങ്ങാം എന്നുള്ളതാണ് പല ആൾക്കാർക്കും സംശയം. അത് BlogSpot ആണെങ്കിലും കസ്റ്റം ഡൊമൈൻ ആണെങ്കിലും നമുക്ക് 100 ബ്ലോഗുകൾ നമുക്ക് ഒരു Gmail അക്കൗണ്ടിൽ തുടങ്ങാനായിട്ട് പറ്റും. പിന്നെ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് AdSenseുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ AdSenseന്റെ എലിജിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളുണ്ട്. അതായത് BlogSpot അഡ്രസ്സിന് ഈ പറയുന്ന AdSense കിട്ടുമോ, അതോ നമ്മൾ കസ്റ്റം ഡൊമൈൻ ആക്കിയെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന ആൾക്കാർക്ക് സംശയമുണ്ട്. നിങ്ങൾ ഒരു രീതിയിൽ ഇനി സംശയിക്കേണ്ട. തീർച്ചയായിട്ടും നമുക്ക് BlogSpot അഡ്രസ്സിന് നമുക്ക് AdSense കിട്ടുന്നതായിരിക്കും. പക്ഷേ BlogSpot അഡ്രസ്സിലാണ് നമ്മൾ AdSenseന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബ്ലോഗർ വഴി മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ശരിക്കും ഏണിംഗ് ടാബ് വഴിയാണ് ശരിക്കും പറഞ്ഞാൽ ബ്ലോഗറിലാണ് അല്ലെങ്കിൽ BlogSpotലാണെന്നുണ്ടെങ്കിൽ നമ്മൾ AdSenseന് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതെന്ന് പറയുന്നത് SEO ആയിട്ട് ബന്ധപ്പെട്ടുള്ള സംശയം ചോദിക്കാറുണ്ട്. അതായത് നമ്മൾ ബ്ലോഗറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് SEO ചെയ്യേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ SEO ചെയ്യാൻ അതിനകത്തൊരു സാധ്യതയുണ്ടോ എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് ബ്ലോഗറിലാണല്ലോ, അതുകൊണ്ട് നമ്മൾ SEOയുടെ ആവശ്യമുണ്ടോ എന്ന് തന്നെ ചോദിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോമാണ്. എല്ലാ വിവരങ്ങളും ഗൂഗിളിന് അറിയാം എന്നുള്ളത് കൊണ്ട് നമ്മൾ SEO ചെയ്യാതിരിക്കരുത്. SEO ചെയ്യാനുള്ള സാധ്യതകൾ ഒരു പരിധി വരെ ഗൂഗിൾ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ SEO ആയിട്ട് ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ബ്ലോഗറിൽ SEO ആയിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൂടുതലായിട്ട് പറയുന്നില്ല. നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും എൻ്റെ ലിങ്ക്. ഇത് കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും അത് കാണുക. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലോഗറിൽ ബ്ലോഗൊക്കെ തുടങ്ങി കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് നമുക്ക് ഒരു സംശയം വരുന്നത്. നമ്മുടെ ഈ അഡ്രസ്സിനകത്ത് ഈ BlogSpot എന്ന് പറയുന്ന സംഭവം ആവശ്യമുണ്ടോ, അതായത് അവസാനം വരുന്ന blogspot.com. ഇത് നമുക്ക് മാറ്റാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്നുള്ളതാണ് പിന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ blogspot.com എന്നുള്ളത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഡൊമൈൻ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. നമ്മൾ ഏത് പേരാണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് domain.com അല്ലെങ്കിൽ .in .org ഒക്കെ വിട്ടുവെന്നുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ബ്ലോഗറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് പറയുന്നതാണ് ബ്ലോഗർ വിത്ത് കസ്റ്റം ഡൊമൈൻ എന്നുള്ളത്. ഈ ബ്ലോഗർ വിത്ത് കസ്റ്റം ഡൊമൈൻ എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഭാഗത്ത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളത് കാണുക. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഈ കസ്റ്റം ഡൊമൈനെ കുറിച്ച് പറയുന്ന സമയത്ത് വീണ്ടും ആൾക്കാർക്കൊരു സംശയം വരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കസ്റ്റം ഡൊമൈൻ വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഗുണമുണ്ടോ? പ്രത്യേകിച്ച് നമ്മൾ AdSense ചെയ്യുന്ന സമയത്ത് കസ്റ്റം ഡൊമൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് AdSense പെട്ടെന്ന് കിട്ടുമോ, അതല്ലെങ്കിൽ AdSense കൂടുതൽ വരുമാനം വരുമോ? ഇത്തരം കാര്യങ്ങളിലൊക്കെ ആൾക്കാർക്ക് സംശയമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ AdSense കിട്ടുന്നതും അല്ലെങ്കിൽ AdSenseൻ്റെ വരുമാനമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലിങ്കുമില്ല ഈ പറയുന്ന കസ്റ്റം ഡൊമൈന്. പക്ഷേ കസ്റ്റം ഡൊമൈൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആൾക്കാർക്ക് എപ്പോഴും ഒരു വിശ്വാസ്യത കൂടുതലായിരിക്കും. അദ്ദേഹം ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ളത്. പിന്നെ നമ്മുടെ ബ്രാൻഡ് വളർത്താനായിട്ട് എപ്പോഴും നമുക്ക് കസ്റ്റം ഡൊമൈൻ തന്നെയാണ് നല്ലത്. നമ്മൾ അഡ്രസ്സിൽ ഒരു BlogSpot എന്ന് വന്നു കഴിയുന്ന സമയം അത് വളരെ അമേച്ചറായിട്ടാണ് പല ആൾക്കാരും
കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണലിസം അതിനകത്ത് വരാത്തതുകൊണ്ട് വിശ്വാസ്യത കുറവായിരിക്കും. ആ രീതിയിൽ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള വ്യൂ കുറയുകയോ വരുമാനം കുറയുകയോ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അതല്ല ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് ഇത് ബ്ലോഗറിൽ കസ്റ്റം ഡൊമെയിൻ ഉള്ളത് കൊണ്ട് ഏതെങ്കിലും രീതിയിൽ അഡ്വാൻറ്റേജ് വരികയോ അല്ലെങ്കിൽ കസ്റ്റം ഡൊമെയിൻ അല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ആഡ്സൻസ് കിട്ടാതിരിക്കുകയോ ചെയ്യത്തില്ല. പിന്നെ നമ്മൾ ഈ വേഡ്പ്രസിനെ കുറിച്ചൊക്കെ കേൾക്കുന്ന സമയത്ത് പ്ലഗിനെ കുറിച്ചും അതുപോലെ തന്നെ ആഡോണിനെ കുറിച്ചും ഒക്കെ കേൾക്കുന്ന സമയത്താണ് സംശയം വരുന്നത്, ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് ബ്ലോഗറിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. അതല്ലെങ്കിൽ ബ്ലോഗറിനകത്ത് ഈ പറയുന്ന പ്ലഗിനുകളോ അല്ലെങ്കിൽ ആഡോൺ പോലുള്ള സംഭവങ്ങളോ ഉണ്ടോ എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വിഡ്ജറ്റ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാത്ത കേസിൽ എന്ന് പറയുന്നത് നമുക്ക് HTML കോഡുകളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് ചില കാര്യങ്ങൾ ഉൾപ്പെടുത്താമെന്നല്ലാതെ നമുക്ക് ഇത്തരത്തിലുള്ള പ്ലഗിനുകളോ ആഡോണുകളോ നമുക്ക് ഈ ബ്ലോഗറിൽ അവൈലബിൾ അല്ല. നമുക്കറിയാം ബ്ലോഗറിനകത്ത് ഒരുപാട് തരത്തിലുള്ള തീമുകൾ അവർ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പലതും ഒരുപക്ഷെ ബേസിക് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്തരക്കാർക്കൊരു സംശയം വന്നേക്കാം, നമുക്ക് നല്ല ടെംപ്ലേറ്റുകൾ വാങ്ങിക്കാൻ കിട്ടുമോ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള തേർഡ് പാർട്ടി പ്ലഗിനുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊരു സംശയം പലർക്കും വന്നേക്കാം. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ടെംപ്ലേറ്റുകൾ വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്, ബ്ലോഗറിൽ തന്നെ തീമുകൾ വിൽക്കുന്ന വെബ്സൈറ്റുകൾ. അവിടെ നമുക്ക് വാങ്ങിച്ചതിന് ശേഷം നമുക്ക് മനോഹരമായിട്ടുള്ള ബ്ലോഗുകൾ നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ഇഷ്ടത്തിനുള്ള ടെംപ്ലേറ്റുകളിൽ മോഡിഫിക്കേഷൻ വരുത്താനും നമുക്ക് പറ്റും. ഇനി ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതായത് നമ്മൾ തീമുകൾ എടുക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? നമുക്കറിയാം ഒരുപാട് വെബ്സൈറ്റുകൾ ഫ്രീ ബ്ലോഗർ ടെംപ്ലേറ്റുകൾ തരുന്നുണ്ട്. അത്തരത്തിൽ ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പല ആൾക്കാർ ചോദിക്കാറുണ്ട്. അതിനൊരു ഒറ്റ ഉത്തരം നൽകാനായിട്ട് പറ്റത്തില്ല. അതൊന്നും മോശമാണ് അതല്ലെങ്കിൽ അതെല്ലാം നല്ലതാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതിന് കാരണം നമ്മൾ എവിടുന്നാണ് ഈ പറയുന്ന ടെംപ്ലേറ്റുകൾ എടുത്തത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരുപാട് സൈറ്റുകളുണ്ട് നമുക്ക് ഒരു രീതിയിലും പ്രശ്നം വരാത്ത ഫ്രീ ടെംപ്ലേറ്റുകൾ തരുന്നത്. നമുക്കറിയാം പല വെബ്സൈറ്റുകളും ചില കണ്ടീഷൻസ് പറയാറുണ്ട്. അവരുടെ ലിങ്ക് ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കണം, അതുപോലെ ചെറിയ ചെറിയ കണ്ടീഷൻസ് പറയുന്നുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കാത്ത സൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇത്തരത്തിലുള്ളതിനകത്ത് എൻക്രിപ്റ്റഡ് കോഡുകൾ വെച്ചതിന് ശേഷം മാൽ പ്രാക്ടീസ് നടത്തുന്ന സൈറ്റുകളും ഉണ്ട്. അത് ഒരുപക്ഷെ നമുക്ക് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അനലിറ്റിക്സ് പോലുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അന്നേരം സമയത്ത് നമുക്ക് മാറ്റാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫ്രീ സൈറ്റ് എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ല സോഴ്സിൽ നിന്ന് മാത്രം അത് എടുക്കുക. പിന്നെ പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട്, ഈ ബ്ലോഗറിന് ഇപ്പോൾ അപ്ഗ്രേഡഡ് വെർഷൻ ഉണ്ടോ അതല്ലെങ്കിൽ പെയ്ഡ് വെർഷൻ ഉണ്ടോ എന്ന് പല ആൾക്കാർക്കും സംശയമുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം നല്ല രീതിയിൽ നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് പ്രൊമോട്ടായി വന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു അപ്ഗ്രേഡഡ് വെർഷൻ അവൈലബിൾ ആണോ? അതല്ലെങ്കിൽ പല ആൾക്കാരും ക്യാഷൊക്കെ മേടിച്ചുകൊണ്ട് പല രീതിയിലും പറ്റിക്കുന്ന നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു രീതിയിലുമുള്ള അപ്ഗ്രേഡഡ് വെർഷൻ ബ്ലോഗറിനില്ല. ബ്ലോഗറിനായിട്ടൊരു പെയ്ഡ് വെർഷൻ നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും ക്യാഷ് നിങ്ങളെടുത്ത് മേടിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തോണം, അങ്ങനെ ഒരു വെർഷൻ ഇതിനകത്ത് ഇല്ല. ഇത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആകെയുള്ള അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡൊമെയിൻ ആഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ വരാൻ ചാൻസ് ഉള്ളൊരു സംശയം എന്ന് പറയുന്നത് നമുക്കറിയാം ചില മാഗസിൻ സൈറ്റുകളൊക്കെ നമ്മൾ തുടങ്ങാറുണ്ട്, അല്ലെങ്കിൽ ബ്ലോഗുകൾ ഒന്നിലധികം ഓതേഴ്സ് ആയിരിക്കും അത് എഴുതുന്നത്. ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് ബ്ലോഗറിനെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പല ആൾക്കാർക്കും സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുന്നത് ബ്ലോഗറിൽ മൾട്ടിപ്പിൾ ഓതേഴ്സ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ആ ഫെസിലിറ്റി നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതായത് ഒന്നിലധികം ആൾക്കാർക്ക് അവരുടേതായ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് തന്നെ ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്ത് കയറുകയും ഇതിനകത്ത് കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. പല രീതിയിലുള്ള പെർമിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അഡ്മിൻ ഉണ്ട്, അല്ലെങ്കിൽ ഓതർ ഉണ്ട്. നമ്മൾ ഏത് പ്രിവിലേജ് ആണോ ആ യൂസർക്ക് കൊടുക്കുന്നത് ആ പ്രിവിലേജ് ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ഗസ്റ്റ് ബ്ലോഗേഴ്സിനെ ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള ഓതേഴ്സിനെ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ പ്രൊഫൈൽ വെച്ചുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ ഇതിനകത്തേക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്തരം ഫെസിലിറ്റികൾ ശരിക്കും പറഞ്ഞാൽ ബ്ലോഗറിൽ അവൈലബിൾ ആണ്. ഇനി ബ്ലോഗർ സെക്യൂരിറ്റിയുടെ വശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലോഗറിനകത്ത് ഒരു പണിയും നമ്മളേതായിട്ട് ചെയ്യേണ്ടതായിട്ടില്ല. അത്തരത്തിലുള്ള സെക്യൂരിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഗൂഗിൾ നോക്കിക്കോളൂ. നമുക്കറിയാം ലോകത്തിലെ തന്നെ വേൾഡ് ക്ലാസ് സെക്യൂരിറ്റിയാണ് ഗൂഗിൾ ഉള്ളത്. ആ സംഭവം തന്നെ നമ്മളുടെ ഈ ബ്ലോഗർ സൈറ്റിനും കിട്ടുന്നതായിരിക്കും. പിന്നെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇതിന്റെ ബാക്കപ്പ് എടുത്ത് വെക്കേണ്ടതായിട്ടുണ്ടോ, ഏതെങ്കിലും സംഭവിച്ചു പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈറ്റ് പോകത്തില്ലേ എന്ന ഒരു ചോദ്യം വരാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സെക്യൂരിറ്റിയുടെ കാര്യം ഓർത്തിട്ട് നമ്മൾ ഇതിന് ബാക്കപ്പ് എടുത്ത് വെക്കേണ്ടതായിട്ടില്ല. പക്ഷേ നമുക്കിത് ബാക്കപ്പ് എടുത്ത് വെച്ചാൽ ഒരു ഗുണമുണ്ട്. ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ബ്ലോഗ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും അല്ലെങ്കിൽ ഗൂഗിൾ തന്നെ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ടൊരു ബ്ലോഗ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ഒരു ബാക്കപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റുകളെല്ലാം നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് എക്സ്പോർട്ട്, അതായത് പോസ്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ബ്ലോഗർ തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ വല്ലപ്പോഴും ഇരിക്കുന്ന സമയത്ത് മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു ബാക്കപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ നമുക്കത് പിന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരു ബ്ലോഗറിലേക്ക് ഒരു തീം ഉപയോഗിച്ചു, ഒന്നെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്താണ് അല്ലെങ്കിൽ വാങ്ങിച്ചതാണ്. ഇത്തരം വിഷയങ്ങളെന്ന് പറയുന്നത് നമുക്ക് വേറെ ബ്ലോഗിന് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ കോപ്പിറൈറ്റ് വയലേഷൻ്റെ കാര്യത്തിൽ ഇത് ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ടെംപ്ലേറ്റ് എത്ര വേണമെങ്കിലും ബ്ലോഗറിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിന് നമുക്ക് ബ്ലോഗറിനകത്ത് തന്നെ നമുക്ക് ഈ ടെംപ്ലേറ്റുകളെ എക്സ്പോർട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ടെംപ്ലേറ്റിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരുപാട് ഒരു 3-4 ബ്ലോഗ് നമുക്കുണ്ട്, അതിനകത്തെല്ലാം ഈ തീം ഉപയോഗിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണം കസ്റ്റമൈസ് ചെയ്ത് വെക്കുകയും അതിൻ്റെ ബാക്കപ്പ് എടുത്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് എല്ലാ ബ്ലോഗിനും ആ തീം ആക്കാനായിട്ട് പറ്റും. അത്ര ഒരു അഡ്വാൻറ്റേജ് ശരിക്കും പറഞ്ഞാൽ ബ്ലോഗർ തന്നിട്ടുണ്ട്. നമ്മൾ ബ്ലോഗിംഗ് ഒക്കെ തുടങ്ങി കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഇതിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കുകയും കുറച്ചുകൂടെ വളർച്ച നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമായിട്ടുള്ള വേർഡ്പ്രസ് പോലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത്രയും ആർട്ടിക്കിളുകൾ നമുക്കുണ്ട്, ഇത് വീണ്ടും ഒന്നേന്ന് എഴുതുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ബ്ലോഗറിൽ നിന്ന് നമുക്ക് മൈഗ്രേറ്റ് ചെയ്ത് ഇതിനെ വേർഡ്പ്രസ് ആക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന നമ്മുടെ ബ്ലോഗർ സൈറ്റിനെ നമുക്ക് വേർഡ്പ്രസ് സൈറ്റാക്കി മാറ്റാൻ പറ്റും. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൊണ്ട് തന്നെ വിശദമായിട്ട് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബ്ലോഗറിനെ വേർഡ്പ്രസ് ആക്കി മാറ്റാനായിട്ട് പറ്റും. അതായത് ബ്ലോഗർമാർ ഉപയോഗിക്കുന്ന ഈ ഗൂഗിളിൽ തന്നെ 1-2 ടൂളുകളുണ്ട്. അതായത് സെർച്ച് കൺസോൾ, അതുപോലെ തന്നെ അനലിറ്റിക്സ്, ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് ബ്ലോഗറിൽ ഉപയോഗിക്കണമോ അതല്ലെങ്കിൽ ബ്ലോഗറിൽ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ബ്ലോഗറിൽ ഉപയോഗിക്കാൻ പറ്റുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ പല ആൾക്കാരും സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്ലോഗറിലാണെന്നുണ്ടെങ്കിലും വേർഡ്പ്രസ്സിലാണെങ്കിലും ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും നമ്മൾ ഇത്തരം ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതല്ല. ഇനി ബ്ലോഗറാണ്, ഇതെല്ലാം ഗൂഗിളിൻ്റെ അല്ലേ, അതുകൊണ്ട് അവർക്കെല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ ഈ പറയുന്ന സെർച്ച് കൺസോൾ പോലുള്ള സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കണമോ എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് പറയുന്നത് ഇത് ഗൂഗിളിൻ്റെ ആണെങ്കിൽ ഇത് പ്രത്യേകം വിഭാഗത്തിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, ഇത് മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണം ഉണ്ടായിരിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ബ്ലോഗറിനകത്താണെങ്കിൽ അത്യാവശ്യം സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടുന്നുണ്ട്. പക്ഷേ അത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗൂഗിൾ അനലിറ്റിക്സ് ഉപയോഗിക്കണം. ഗൂഗിൾ അനലിറ്റിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ ഡെപ്ത് ആയിട്ടുള്ള ഡാറ്റകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഗൂഗിൾ അനലിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വിശദമായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി സെർച്ച് കൺസോളിൻ്റെ കാര്യം പറയുന്ന സമയത്ത് തന്നെ BlogSpot ഉപയോഗിക്കുന്നവർ, പ്രത്യേകിച്ച് ബ്ലോഗർ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വരുന്ന സംശയം എന്ന് പറയുന്നത് ഇതിന് സൈറ്റ്മാപ്പ് ഉണ്ടോ, ഇതില്ലെങ്കിൽ ഈ സൈറ്റ്മാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് സെർച്ച് കൺസോളിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് പല ആൾക്കാർ ചോദിക്കാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്ലോഗറിനും സൈറ്റ്മാപ്പ് ഉണ്ട്. അതിൻ്റെ ഒരു ഫീഡ് അഡ്രസ്സാണ് സൈറ്റ്മാപ്പായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആറ്റം ഫീഡ് എന്ന് പറയുന്ന ഒരു ഫീഡ് ഉണ്ട്. അത് ഏതാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ശരിക്കും ബ്ലോഗറിലെ സൈറ്റ്മാപ്പിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ യുവർ ബ്ലോഗ് എന്നുള്ളത് മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് 500 പോസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. 500 കൂടുതൽ പോസ്റ്റ് ഉണ്ടെങ്കിൽ അടുത്ത 500 പോസ്റ്റുകൾക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെയാണ് കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഇവിടെ 1 എന്നുള്ളത് 501 ആക്കുക, പിന്നെ ഇത് 500, അങ്ങനെ നമുക്ക് കൂട്ടി കൊണ്ടുവരാനായിട്ട് പറ്റും. സെർച്ച് കൺസോളിൽ മാത്രമല്ല, വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റം റോബോട്ട് ടെക്സ്റ്റായിട്ട് നമുക്കിത് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ കൊടുക്കേണ്ട ഫോർമാറ്റ് ഇതാണ്. ഇവിടെ റെഡ് പോർഷനിൽ കാണുന്ന പേര് നിങ്ങളുടെ ബ്ലോഗിൻ്റെ പേര് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ബ്ലോഗറിൽ ഏതാണ് ശരിക്കും പറഞ്ഞ സൈറ്റ് മാപ്പായിട്ട് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഫീഡിൻ്റെ അഡ്രസ്സാണ് നമ്മൾ സെർച്ച് കൺസോളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ബ്ലോഗർ ആണെങ്കിലും വേർഡ്പ്രസ് ആണെങ്കിലും എങ്ങനെയാണ് സെർച്ച് കൺസോൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സെർച്ച് കൺസോളിൽ എങ്ങനെയാണ് പ്രോപ്പർട്ടി ആഡ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, ലിങ്ക് മുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടുന്നതായിരിക്കും. നമ്മൾ ബ്ലോഗറിൽ ഒരു ബ്ലോഗൊക്കെ തുടങ്ങി മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരുപാട് തരത്തിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് നമ്മളൊരു ന്യൂസ് സൈറ്റാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ മാഗസീൻ ടൈപ്പ് സൈറ്റാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് നമ്മൾ ഇടുന്ന പോസ്റ്റുകളെല്ലാം ആദ്യം വരണ്ട, നമുക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റുകൾ ആദ്യ ഭാഗത്ത് ഡിസ്പ്ലേ ചെയ്താൽ മതി, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഭാഗത്തേക്ക് മാറ്റിയാൽ മതി. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ബ്ലോഗർ ചെയ്യാൻ പറ്റുമോ എന്ന് പല ആൾക്കാർക്കും ഒരു തോന്നാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ടെംപ്ലേറ്റ് അതിന് സപ്പോർട്ട് ചെയ്യണം. അതിന് പറ്റുന്ന രീതിയിലുള്ള ടെംപ്ലേറ്റ് വേണം നമ്മൾ വാങ്ങിക്കാൻ. അതല്ലെങ്കിൽ ഫ്രീ ആയിട്ടാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കാൻ. ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഫീച്ചേർഡ് പോസ്റ്റുകളെ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ സ്ലൈഡറുകൾ വരത്തക്ക രീതിയിലുള്ള ഒരുപാട് ഈ ബ്ലോഗർ ടെംപ്ലേറ്റുകൾ തന്നെ ഉണ്ട് നമുക്ക്. അത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ടെംപ്ലേറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ രീതികളും നമുക്കതിനകത്ത് ഉപയോഗിക്കാനായിട്ട് വരും. അത്യാവശ്യം CSSഉം അതുപോലെ തന്നെ HTML ചെറിയ രീതിയിൽ എഡിറ്റ് ചെയ്യാനും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമുക്കിതിനെ മാറ്റിമറിക്കാനായിട്ട് പറ്റും, എത്തരത്തിലുള്ള മാറ്റങ്ങൾ വേണമെങ്കിൽ നമുക്കതിനകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ തോന്നുന്നൊരു സംശയമാണ്, നമുക്കറിയാം ബ്ലോഗറിനകത്ത് വരുന്ന നമ്മുടെ പോസ്റ്റുകളുടെ URLൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അതിന് കാരണം നമുക്കറിയാം നമ്മുടെ സൈറ്റിൻ്റെ പേര് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറയുന്നത്
പറയുന്നത് വർഷമാണ്, പിന്നെ മന്താണ്, അതിനുശേഷം ഈ പറയുന്ന ഒരു URL ആണ് വരുന്നത്. ഇതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് പല ആൾക്കാർക്കും സംശയമുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ, അതായത് ഈ പറയുന്ന ഇയർ മന്ത് എന്ന് പറയുന്ന ഭാഗത്തിന് നമുക്ക് ഒരു രീതിയിലും മാറ്റം വരുത്താനായിട്ട് പറ്റത്തില്ല. പക്ഷേ അതിനുശേഷമുള്ള ഭാഗത്തിൽ നമുക്ക് SEO ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാനായിട്ട് പറ്റും. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ SEO ആയിട്ട് പ്രത്യേകിച്ച് ബ്ലോഗറിൻ്റെ SEO ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോയിൽ ഞാനത് വിശദമായിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിശദമായിട്ട് അതിനകത്ത് പറയുന്നില്ല. അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ആപ്പ് ഐക്കൺ അല്ലെങ്കിൽ ഫേവറേറ്റ് ഐക്കൺ നമുക്ക് ബ്ലോഗറിനകത്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും പല ആൾക്കാരും ഈ ബ്ലോഗർ വളരെ നാളായിട്ട് ഉപയോഗിക്കുന്ന പല ആൾക്കാരും ഈ പറയുന്ന ഫേവറേറ്റ് ഐക്കൺ ഉപയോഗിക്കുന്നില്ല. തീർച്ചയായിട്ടും അതിനുള്ള ഓപ്ഷൻ നമ്മുടെ സെറ്റിംഗ്സിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫേവറേറ്റ് ഐക്കൺ ഈ ബ്ലോഗറിനകത്ത് വരുന്ന സമയം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 16x16 എന്ന് പറയുന്ന റെസൊല്യൂഷനുള്ള ഇമേജ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ ബ്രാൻഡിങ്ങിനെ അത് ഉയർത്തുന്നതായിരിക്കും. നമ്മൾ ബ്രാൻഡിങ് സെക്ഷനിൽ നല്ല രീതിയിലുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതുവരെ നിങ്ങളത് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫേവറേറ്റ് ഐക്കൺ നിങ്ങൾ ഉപയോഗിക്കുക. അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് സെറ്റിംഗ്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു സംശയം പല ആൾക്കാരും ചോദിക്കുന്നത് പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ടുകൾ നമുക്ക് ബ്ലോഗറിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? നമുക്കറിയാം ഗൂഗിളിൻ്റെ തന്നെ ഒരുപാട് തരത്തിലുള്ള ഫോണ്ടുകളുണ്ട്. ഈ ഗൂഗിൾ ഫോണ്ടുകളെയൊക്കെ നമുക്ക് ബ്ലോഗറിൽ ഉപയോഗിക്കാൻ പറ്റുമോ? അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ടുണ്ട്, ഒരു കസ്റ്റം ഫോണ്ട്, അതെന്ന് പറയുന്നത് നമുക്ക് ബ്ലോഗറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ടുകൾ നമുക്ക് ബ്ലോഗറിനകത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് ഈ പറയുന്ന കസ്റ്റം ഫോണ്ടുകളെ നമുക്ക് ഈ ബ്ലോഗറിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് നിങ്ങൾക്ക് ബ്ലോഗറിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അടുത്ത സംശയം എന്ന് പറയുന്നത് ആർട്സിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംശയമാണ്. അതായത് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നമുക്ക് ബ്ലോഗറിനകത്ത് ഈ പറയുന്ന ഓട്ടോ ആഡ് ഫെസിലിറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓട്ടോ ആഡ് ഫെസിലിറ്റി നിങ്ങൾക്ക് ബ്ലോഗറിനകത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് നമുക്കറിയാം ഹെഡർ സെക്ഷനിലാണ് നമ്മൾ അതിൻ്റെ കോഡ് കൃത്യമായിട്ട് പേസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ആഡ് മറ്റ് WordPressൽ ഉപയോഗിക്കുന്നതിനെ പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് മാനുവലായിട്ട് ആഡുകളെ നമുക്ക് ഈ പറയുന്ന ബ്ലോഗറിനകത്താണെങ്കിൽ ഉപയോഗിക്കാനും പറ്റുമോ? അതായത് നമ്മൾ വിഡ്ജറ്റ് സെക്ഷൻ ഉണ്ട്, നമ്മൾ HTML അതിനകത്ത് ആഡ് ചെയ്യുന്നത് കൂടാതെ തന്നെ അതല്ലെങ്കിൽ അതിനകത്ത് ചില ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, എവിടെയൊക്കെ ആഡ് വരണം എന്നുള്ളത് നമുക്കറിയാം ബ്ലോഗറിനകത്ത്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പറയുന്ന സ്ഥലത്ത് ആഡ് വരുന്നതായിരിക്കും. ഇത് കൂടാതെ നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളിൽ നമുക്ക് ആഡ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട് മാനുവലായിട്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളിൽ നമുക്ക് മാനുവലായിട്ട് തന്നെ നമുക്ക് ആഡ്സെൻസിൻ്റെ ആഡ് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അതെന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ഈ പറയുന്ന പോസ്റ്റിന് നടുക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് കഴിഞ്ഞതിന് ശേഷം, അതല്ലെങ്കിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത്, എവിടെ വേണമെങ്കിലും നമുക്ക് അത്യാവശ്യം ഈ പറയുന്ന HTML ഭാഗത്ത് കോഡുകൾ പേസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മാനുവലായിട്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് ആഡ് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഇതൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും ഈ ഒരു ബ്ലോഗർ സൈറ്റാണോ അതിൻ്റെ ഓണർഷിപ്പ് ഗൂഗിളിന് തന്നെയാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വയലേഷൻ, അത് അവരുടെ പോളിസി വയലേഷൻ ആകാം, അതല്ലാന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ വരുന്ന കണ്ടന്റ് ആകാം. ഇത്തരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏത് സമയവും നമുക്ക് റിമൂവ് ചെയ്യപ്പെട്ടേക്കാം നമ്മളുടെ സൈറ്റ്. തീർച്ചയായിട്ടും അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഗൂഗിളിൽ നിക്ഷിപ്തമാണ്. അവർ തീരുമാനിക്കും ഏതെങ്കിലും രീതിയിൽ വയലേഷൻ വന്നാൽ റിമൂവ് ചെയ്യണമെന്നുള്ളത്. അത് ഒരുപക്ഷെ നമ്മളെ അറിയിക്കുക പോലും ചെയ്യത്തില്ല, നമ്മുടെ സൈറ്റ് അവർ റിമൂവ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈറ്റിൻ്റെ ബാക്കപ്പ്, പോസ്റ്റുകളുടെ ബാക്കപ്പ് നമ്മൾ എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഏതെങ്കിലും രീതിയിൽ ഗൂഗിൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ടൊരു സൈറ്റ് തുടങ്ങുകയും വീണ്ടും നമുക്ക് ഇത് ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ സൈറ്റിനെ കൊണ്ടുവരികയും ചെയ്യാം. അത്തരം വിഷയങ്ങൾ വരുന്ന സമയത്താണ് നമുക്കതിൻ്റെ ഗുണം മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പോസ്റ്റുകളുടെ ബാക്കപ്പ് എടുത്ത് വെച്ചോളുക എന്നുള്ളത്. ബ്ലോഗറിലല്ലാതെ തന്നെ നമുക്കിനി വേഡ്പ്രസ്സിലേക്കാണ് നമ്മൾ പുതിയ സൈറ്റ് തുടങ്ങാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ എടുത്ത് വെച്ചേക്കുന്ന ബാക്കപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വേഡ്പ്രസ്സിലാണെങ്കിലും നമുക്കത് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. എനിക്കറിയാം ബ്ലോഗറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയത്തിനുള്ള ഉത്തരമായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ ചോദിക്കുക, ഞാൻ മറുപടി തരുന്നതായിരിക്കും. അതല്ല ഒരുപാട് സംശയങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ട് തന്നെ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ബ്ലോഗർ ഉണ്ട്, SEO ഉണ്ട്, ആഡ്സെൻസ് ഉണ്ട്, വേഡ്പ്രസ് ഉണ്ട്, യൂട്യൂബ് ടിപ്സുകളുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ ചാനലിൽ കൂടെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ.